ഞാനാണെങ്കിൽ കാർ എടുത്തിട്ടും കുറേ നാളായി. ഇവിടുന്ന് 70 കിലോമീറ്ററും ഉണ്ട്. എന്താവോ എന്തോ നോക്കാം. അപ്പോൾ നമുക്ക് പോവാം. ഇപ്പം തന്നെ ഒരുപാട് ലേറ്റ്. 2 മണിക്കൂറോളം ട്രാവലുണ്ട്. 2-2.5 മണിക്കൂറുണ്ട്. എങ്ങനെ വെച്ചാൽ ഇവിടുന്ന് ഒരു 70 കിലോമീറ്റർ കൂടുതലുണ്ട്. വെച്ചാലോ അത് എങ്കിലും പോകൂന്ന് വാങ്ങല അങ്ങനെ പോകും. பழக்கற பகலானி படபடக்கற அகலானி அழல் அடிக்கிற துகுலானி நகலின் நகலானி மழை அடிக்கிற முகிலானி திணறடிக்கிற திகிலானி மணமணக்கற அகிலானி கண்டு வரைയാണ് சூடாக இல்லாவிட்டால் ரத்தத்தில் வேகம் இல்லை சேட்டைகள் இல்லாவிட்டால் இனிமை இல்லை கூட்டை தாண்டாவிட்டால் வண்ணத்து பூச்சி இல்லை வீட்டை நீ தாண்டாவிட்டால் வானமே இல்லை வானமில்லை போலே இளமையடா நிலம் புதுமையடா அதை அனுபவி காலகாலமாக பெருசுங்கடா ரொம்ப பழுசுங்கடா நீ முன்னே முன்னே வாடா. ഇപ്പൊ നോക്കിയാണ് ഇങ്ങനെ എന്താ അടിപൊളിയായിട്ട് വെയിലൊക്കെ പോയപ്പോ ഒരു രക്ഷയില്ല കേട്ടോ. അതായത് ഞങ്ങളിപ്പോ ഈ മലയിൽ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി അവിടെ നിന്ന് നേരെ അതുകൊണ്ട് അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. വെള്ളം അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അവിടെ ചെറിയ വഴിയുണ്ട്, അതിലേക്ക് കൂടി നടന്ന് കണ്ടുകൊണ്ടാണ്. അതുകൊണ്ട് ആൾക്കാർ നടന്നു പോകുന്നുണ്ട്. ഒരുവിധം ഡെസ്റ്റിനേഷൻ എത്തി. எட்டித்தோடும் வயது இது ஒரு வெட்டுக்கத்தி போலிருக்கும். அதிசயம் என்னவென்றால் அதன் இரு பக்கம் கூறியிருக்கும். கனவுக்கு செயல் கொடுத்தால் அந்த சூரியனில் செடி முளைக்கும். தினம் புது புது சுகம் கிடைக்கும். கட்டி வாணி வாணி பழப்பழக்கிற பகலானி படபடக்கிற அகலானி அனல் அடிக்கிற துகுலானி நகலின் நகலானி மழை அடிக்கிற முகிலானி திணற அடிக்கிற திகிலானி மணமணக்கிற அகிலானி முள்ளா மலராணி. തണുത്ത കാറ്റ് അവിടെ നിന്നിട്ട് വരുന്നുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ. ഞങ്ങളിപ്പോൾ ഏകദേശം എല്ലാ സ്ഥലവും കവർ ചെയ്തു. അവിടെ എല്ലാം കവർ ചെയ്തു. മുടിയെന്ന് പറഞ്ഞപ്പോൾ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടൊക്കെ തന്നെ വന്നു. ചുട്ട വെയിലൊക്കെ നമ്മളെ കൊണ്ട് ഈ 2 ഫോട്ടോ എടുപ്പിച്ച് കൊല്ലുകയും എടുത്തിട്ടുണ്ട്. എന്താ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഫോട്ടോ എല്ലാം വെച്ച് എന്നെ നോക്കിക്കൊണ്ടിരിക്കാമല്ലോ. അപ്പൊ ഇവൻ എന്റെ ഫോട്ടോ എല്ലാം നോക്കി രസിക്കാമല്ലോ. അതിനാണ് ഞാൻ ഫോട്ടോ എടുത്തത്. ഇതാണ് നമ്മളെ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. മഞ്ഞൊക്കെ മൂടി തുടങ്ങി. ഒരു രക്ഷയില്ല, ഫുള്ള് മഞ്ഞ് മൂടി തുടങ്ങി. ഇനി ഒരു 1.5 മണിക്കൂർ കൂടി കഴിയുമ്പോൾ ഇവിടെ ഫുള്ള് മഞ്ഞായിരിക്കും. ഒരു രക്ഷയില്ല. ഇതാണ് നമ്മൾ ഈ ഒരു ക്ലൈമറ്റ് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കൂടി വരുന്നത്. ഇതാണ് ഞങ്ങൾ രാവിലെ വന്ന് ഇത് 3 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഫുള്ള് മഞ്ഞ് മൂടി അടിപൊളിയായിട്ട് കിടപ്പുണ്ട്. വരുമെന്നുണ്ടെങ്കിൽ ഒരു 9 മണി അല്ലെങ്കിൽ ഒരു 3 മണി ആ ടൈമിൽ വേണം വരാൻ. കണ്ട ഇപ്പോൾ അങ്ങോട്ടൊന്നും കാണുന്നില്ല. എല്ലാം ഫുള്ള് ഫോഗ് മൂടി, മഞ്ഞ് മൂടി അടിപൊളിയായിട്ട് കിടക്കുകയാണ്. ഞങ്ങൾ ഉച്ചയ്ക്ക് വന്നപ്പോൾ എങ്ങനെ കിടന്നു, ഫുള്ള് വെയിൽ അത് ഇതൊക്കെ ആയിട്ട്. പക്ഷെ ഇപ്പോൾ ഒരു രക്ഷയില്ല. ഇതാണ് വൈബ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പ് കാണാം. ബൈ ബൈ. പൊന്മുടി ട്രിപ്പ് അവസാനിച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ.
രണ്ട് വാക്ക് ജ്യോതി എന്തെങ്കിലും പറയണ്ട. മമ്മി ആ ഓക്കെ. കണ്ണോപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ജ്യോതി കണ്ണോപ്പറേഷൻ ചെയ്ത് 3 പേരെ എടുത്തിരിക്കുന്നു. എനിക്ക് മുട്ടയില്ല. കൊട്ടയ ഇത്ര നേരം ഞാനായിരുന്നു എടുത്തു കൊടുത്തത്. ഇപ്പോൾ രണ്ടുപേരും കൂടി മാറിയും തിരിഞ്ഞെടുക്കുകയാണ്. ഞാൻ ഫോട്ടോ എടുത്ത് തളർന്ന് അവസാനം ഫുഡൊക്കെ കഴിച്ച് ഞാൻ റെസ്റ്റ് എടുക്കുന്നു. അവർ രണ്ടുപേരും വീണ്ടും പരിപാടി തുടങ്ങി. ഒരു സ്ഥലം പോലും വിടുന്നില്ല, ഗാർഡൻ പോലും വിടുന്നില്ല.